ഹായ്. അപ്പോൾ നമ്മളെ ബിനീഷേട്ടൻ വന്നതും കാര്യങ്ങളൊക്കെ നമ്മളെ വ്ളോഗ് ഫോറിയിൽ നിങ്ങൾ എന്തായാലും വിശദമായിട്ട് തന്നെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അത് തന്നെ ഇട്ടിട്ട് വീണ്ടും വീണ്ടും വെറുപ്പിക്കുന്നില്ല. പക്ഷേ പുള്ളി അഭിനയിച്ച സിനിമയിലെ ഒരു പുള്ളി തന്നെ പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ, കട്ടപ്പനയിലെ ഋതുകൃഷ്ണൻ, ആ ഡയലോഗ് പുള്ളിയുടെ വായിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് കിട്ടി കേട്ടോ. ആ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ അത് മാത്രം ഇങ്ങോട്ട് ഒപ്പി എടുത്തിട്ടുണ്ട്. ഇല്ല, ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. കിട്ടുന്ന വേസ്റ്റിലൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുന്നതാണ്. അതാണ് പറഞ്ഞെന്നറിയോ, ഒരു ഡയലോഗ്. അപ്പൊ ഞാൻ പറയാം, ഞാൻ ഈ ഗുണ്ടാവേഷങ്ങളൊക്കെ നിർത്തണേണ്. എനിക്ക് തമിഴിൽ ഒരു വേഷം കിട്ടിയിട്ടുണ്ട്. എന്താ വേഷം? ജില്ലാ കളക്ടറായിട്ട് അരവിന്ദ സ്വാമിക്ക് വെച്ചിട്ട് വേഷമാണ്. ശരിക്കും സത്യമാണ്. ഞാൻ ഈ ഗുണ്ടാവേഷമൊക്കെ നിർത്തണേണ്. എനിക്ക് തമിഴിൽ ഒരു വേഷം കിട്ടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറായിട്ട് അരവിന്ദ സ്വാമിക്ക് വെച്ചിട്ട് വേഷമാണ്. എന്നേലും വലിയ തൊള്ളിച്ചോ ഇല്ല, സത്യമാണ്. അപ്പൊ ഇതാണ് സംഭവം. അപ്പോഴൊക്കെ ഞാൻ ഫോൺ എടുത്തിട്ട് ഓടി വന്നത്. ഇവര് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് പറഞ്ഞതാണ് ബിനീഷേട്ടൻ. അതെ, താങ്ക് യു ബിനീഷേട്ടാ. സൂപ്പറാടാ, സൂപ്പറാടാ. ഒരു ഫോട്ടോ എടുക്കൽ നല്ല രസമുണ്ട്, രസമായി എന്നല്ലോ അങ്ങനെയാ പറയാ. സംസാരമൊന്നുമില്ല കൈകൊണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ബിനീഷേട്ടൻ പോവാൻ വേണ്ടി ഇറങ്ങി. തോന്നണില്ല. നിങ്ങൾ പോകുന്നുണ്ടല്ലേ? ആ പോട് പോട് പൊടി അങ്ങായി പോട്. ടാറ്റ ടാറ്റ. അപ്പൊ അവര് കൂടെ അവരും പോകുന്നുണ്ട്. അപ്പൊ ടീമിനെ കണ്ടല്ലേ? അപ്പൊ ഞാൻ ടീമിന് ടാറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ പോയതിന് ശേഷം ടാറ്റ കൊടുക്കുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇവർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പടഞ്ഞ് ഞങ്ങൾ വന്നിട്ട് 1 മണിക്കൂറുകൊണ്ട് ബിനീഷേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചേട്ട പറഞ്ഞു വേ പാടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടി വന്നതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ പുള്ളി പൊളിയാണല്ലേ? പുള്ളിയാണ് പൊളിയാണ്. നല്ലൊരു മനുഷ്യനാണ്, പാവം മനുഷ്യനാണ് അല്ലേ? ഒരു പച്ചയായ ഒരു നല്ലൊരു മനുഷ്യൻ. അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇല്ലേ കല്യാണം, വീടെടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ഞങ്ങൾ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയി. അപ്പൊ എന്തായാലും നമ്മളൊരു പരിപാടി എന്താ ഇനി വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പൊ എന്തായാലും അമ്മ മതാശ്രീ നമുക്കെന്താ പറയാ, ഇല്ല എന്റെ വ്ളോഗിൽ സന്തോഷം. നമ്മളെ അച്ഛൻ അങ്ങ് മിസ്സായി പോയി. ഇല്ലാത്തോണ്ട് വല്ലാത്ത വിഷമം. അത് തന്നെ, അതെന്തായാലും അമ്മക്കാണ് ഭയങ്കര വിഷമമായിട്ട് അച്ഛൻ ഇല്ലാത്തോണ്ട്. കാരണം അച്ഛന്റെ ആ ഒരു ഇതൊക്കെ അമ്മക്ക് അറിയാലോ. ഇല്ലാണ്ടായി പോയി ദൈവമേ. ഇല്ലാണ്ട് അടുത്തൊരു എവിടെ വിളിക്കാനാണ് വേഗം. ഞങ്ങനെ അവിടെ നിന്ന് ഓടിപ്പടഞ്ഞാണ് ഇങ്ങോട്ട് എത്തിയത്. ഇവരെന്താ സ്കിറ്റിന്റെ തിരക്കിലായിരുന്നു അല്ലേ? ഞങ്ങൾ വീഡിയോ എടുക്കണായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാ വിശേഷങ്ങളും ചേട്ടൻ വന്നതൊക്കെ നിങ്ങൾ വ്ളോഗ് ഫോറിൽ കണ്ടിട്ടുണ്ടാവല്ലോ. ചെറിയ ചിന്ന ഇതും കൊണ്ട് ഞാനാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം.